ഞങ്ങൾക്ക് ഈ പുള്ളിയുടെ പേര് പലപ്പോഴും ഞങ്ങൾക്ക് ഉച്ചരിക്കാനോ ഞങ്ങൾക്ക് ചിലപ്പോൾ സംശയം വരും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ CPM പ്രതിനിധികളുടെ ചർച്ചകളെടുത്ത് നോക്കും. കാരണം അദ്ദേഹത്തിൻ്റെ അമ്മയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടുതൽ വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ സുനിൽ കനകൊലു എന്ന് ഇവരെ വിളിച്ചുകൊണ്ടിരിക്കുക. യുക്തൊരവസ്ഥയാണ്. ഒന്ന് ആലോചിച്ച്. അത്രയും എനിക്ക് അതിനെക്കുറിച്ച് പറയാനില്ല, രണ്ടുപേർന്ന് പറയാനില്ല. പിന്നെ VD സതീശൻ RSSൻ്റെ വോട്ട് കൊണ്ടാണ് ജയിച്ചത്. ഹാഷ്മിക്ക് ഓർമ്മയില്ലേ, ഈ കഴിഞ്ഞ തവണ മുജാഹിദിൻ്റെ കുറച്ച് ചെറുപ്പക്കാർ അവിടെ ഒരു ലഘുലേഖ വിതരണം ചെയ്തതിൻ്റെ പേരിൽ പിണറായിയുടെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ VD സതീശൻ എടുത്ത നിലപാട്, ആ നിലപാടെടുത്ത VD സതീശൻ്റെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്തത് ഹിന്ദു ഐക്യവേദിയല്ലേ? ഓർമ്മയില്ലേ ഹാഷ്മിക്ക്? ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇതിനകത്ത് നോക്കിയാൽ കിട്ടും ഇല്ലേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പല്ലേ വെള്ളാപ്പള്ളി നടേശൻ അവിടെ ചെന്നിട്ട് SNDP യോഗത്തിനകത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ അച്ഛനെ അധിക്ഷേപിച്ചുകൊണ്ട് പ്രസംഗിച്ചത്? ഞാൻ ആ വാക്ക് എന്താണെന്ന് ഇവിടെ പറയുന്നില്ല. മരിച്ചുപോയ അച്ഛനെ അധിക്ഷേപിച്ചുകൊണ്ട് പ്രസംഗിച്ചത് ഈ വെള്ളാപ്പള്ളിയല്ലേ? അവിടെ അമിത്ഷാ ഇറങ്ങിയിട്ടാണ് സതീശനെ തോൽപ്പിക്കാൻ ക്യാമ്പയിൻ ചെയ്തത്. അമിത്ഷാ ഇറങ്ങിയിട്ട് ഇല്ലേ? എന്നിട്ട് കഴിഞ്ഞതിന് മുമ്പത്തെ ഭൂരിപക്ഷത്തെക്കാൾ എല്ലാ വർഷവും ഭൂരിപക്ഷം കൂട്ടി വിജയിപ്പിക്കുന്ന ആളാണ് VD സതീശൻ. അങ്ങനെ ആ VD സതീശനെ പരാജയപ്പെടുത്താൻ ഇനി എന്താണ് മാർഗം എന്ന് നോക്കിയപ്പോൾ അതിൽ നിന്ന് ഉയർന്നു വന്ന പൊതു സ്വതന്ത്രനും ഇപ്പം TP സെൻകുമാർ പറയുന്ന VD സതീശനല്ലാത്ത ഹിന്ദുവിന് വോട്ട് ചെയ്യുക എന്ന് പറയുന്നതിൽ ബന്ധമുണ്ടോ എന്നുള്ളത് ഇനി ജനം പറവൂരിലുള്ളത് ചിന്തിക്കട്ടെ. എന്തുകൊണ്ടാണ് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന TP സെൻകുമാർ ഒരു പൊതു സ്വതന്ത്രനെ ഒരു VD സതീശനെ തോൽപ്പിക്കാൻ രണ്ടാമതൊരു ഹിന്ദുവിന് വോട്ട് ചെയ്യണമെന്ന് പറയുകയും VD സതീശനെ പരാജയപ്പെടുത്താൻ മറ്റു മാർഗമില്ല, അതുകൊണ്ട് ഒരു പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കണമെന്ന് CPM പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ VD സതീശനെ പരാജയപ്പെടുത്താൻ CPM-ഉം RSS-ഉം BJP-യും എന്ന് പറയുന്ന വർഗീയ കക്ഷികൾ ഒരുമിച്ച് ചേർന്നതാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ്. ഞാൻ ആവർത്തിക്കുന്നു, CPM-ഉം RSS-ഉമുള്ള വർഗീയ കക്ഷികൾ ഒരുമിച്ച് ചേർന്ന് VD സതീശനെ പരാജയപ്പെടുത്താൻ നോക്കിയിട്ട് സുവർണ ശോഭയോടുകൂടി ഭൂരിപക്ഷം കൂട്ടി മത്സരിച്ച് ജയിച്ച ആളാണ് VD സതീശൻ. ഞാൻ പറയട്ടെ ഇല്ല, CPM വർഗീയതയാണ്. CPM വർഗീയ കക്ഷിയാണ്. CPM വർഗീയ കക്ഷി അല്ലെങ്കിൽ AK ബാലനെ തള്ളി പറയാൻ അതാണല്ലോ ഹാഷ്മി. വോട്ടിന് വേണ്ടിയല്ലേ RSS-ഉം ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ നേരത്തെ ജിതിൻ ദേവ് പറഞ്ഞല്ലോ, 1940 പാകിസ്ഥാൻ രൂപീകരിക്കാൻ കാരണമായ മുഹമ്മദ് അലി ജിന്നയുമായിട്ട് കൂട്ടിയേർന്ന് വെസ്റ്റ് പ്രൊവിൻസിലും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലത്ത് കൊൽക്കത്തയിൽ ഉൾപ്പെടെ മത്സരിച്ച് ജയിച്ചത് ആരാ? എപ്പോഴായിരുന്നു? 2ാം ലോക മഹായുദ്ധത്തിൽ കോൺഗ്രസ് ബ്രിട്ടീഷ് സർക്കാരിനോട് പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ആ പ്രൊവിൻസുകളുടെ മുഴുവൻ രാജിവെച്ചപ്പോൾ ഈ പറയുന്ന മുസ്ലിം ലീഗുമായിട്ട്, ഏത് മുസ്ലിം ലീഗ്? മുഹമ്മദ് അലി ജിന്നയുടെ മുസ്ലിം ലീഗുമായി കൂടിച്ചേർന്ന് ഭരണം നടത്തിയവരല്ലേ ഇവർ? PDPയുടെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ. ആ മന്ത്രിസഭയിൽ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് ഹാഷ്മി. സജാദ് ലോൺ എന്ന് പറയുന്ന ഒരു വിഘടനവാദി ഉണ്ടായി. ആ സജാദ് ലോൺ എന്ന് പറയുന്ന വിഘടനവാദി അവിടെ മത്സരിക്കാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഇന്ത്യയുടെ ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്താൽ എൻ്റെ മനസ്സ് വേദനിക്കും എന്ന് പറഞ്ഞ ആളാണ് സജാദ് ലോൺ. ഈ BJP പിടിച്ച് മന്ത്രിയാക്കി. കാശ്മീരിൽ PDPയോടൊപ്പം ചിലപ്പോൾ ഈ BJP പിടിച്ച് മന്ത്രിയാക്കി. അതാണ് BJPയുടെ ദേശസ്നേഹവും വർഗീയത. അവിടെ നിൽക്കട്ടെ, ഞാൻ പോകുന്നില്ല. സജീഷ് പറഞ്ഞ 2ാമത്തെ കാര്യം, ആലപ്പുഴ സീറ്റ് രാജസ്ഥാനിലെ വിട്ട് ഇവിടെ കൊണ്ടുവന്ന് ആലപ്പുഴ സീറ്റ് പിടിച്ചു. ഒന്ന് നോക്കൂ, AM ആരിഫിന് 2019 ലഭിച്ച 4 ലക്ഷത്തി ചില്ലാനം വോട്ടിൽ നിന്ന് 2024 തെരഞ്ഞെടുപ്പിൽ 3,05,000 ഏകദേശം 1,05,000 വോട്ട് കുറഞ്ഞു ആലപ്പുഴയിൽ. ആ വോട്ട് ഇവർ വോട്ട് കുറഞ്ഞാൽ അപ്പുറത്ത് പോകുന്നുള്ള വാദമൊന്നും എനിക്കില്ല. അതൊന്നും ഞാൻ അത്തരത്തിലുള്ള ജനാധിപത്യ ബോധമില്ലാത്തവനാണ് അല്ല. പക്ഷേ ഈ പറയുന്ന ഇവിടെ കുറഞ്ഞ വോട്ട് അവിടെ ശോഭാ സുരേന്ദ്രൻ കൂട്ടി. ശോഭാ സുരേന്ദ്രൻ 2019 തെരഞ്ഞെടുപ്പേക്കാൾ 1 ലക്ഷം വോട്ട് കൂടി. അവിടെ ശോഭാ സുരേന്ദ്രൻ KC വേണുഗോപാൽ അല്ലെങ്കിൽ ജയിക്കുന്ന സാഹചര്യം ഉണ്ടാവായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദിയെ അസ്ഥിരപ്പെടുത്താനുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. ഇവിടുന്ന് 2ാം ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കെട്ടി സിംഗപ്പൂർക്ക് ടൂറിന് പോയതല്ല. ആ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദി അസ്ഥിരപ്പെടുത്താൻ 240 കൊണ്ടുവന്നെത്തിച്ച തെരഞ്ഞെടുപ്പായിരുന്നു. ലോക്സഭയിൽ ഒരാളെങ്കിലും ഒരാൾ കൂടേണ്ടത് ആവശ്യമായിരുന്നു. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കാൻ കഴിയാത്തതിന്റെ കുണ്ഠിതമാണ് ഇവിടെ സജീഷ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വെള്ളാപ്പള്ളി ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതിന് പിന്നിൽ മറ്റ് ആത്മാർത്ഥമായി ചേർത്ത് പിടിക്കലാണെന്ന് അങ്ങ് കരുതുന്നുണ്ടോ രാജു പി നായർ? ഇതൊക്കെ രാഷ്ട്രീയമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.